ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ആപ്പ്. എൻ്റെ പേര് സീന. മാത്തമാറ്റിക്സ് റിവീൽസ് ഇറ്റ്സ് സീക്രറ്റ്സ് ഓൺലി ടു ദോസ് ഹു അപ്രോച്ച് ഇറ്റ് വിത്ത് പ്യുവർ ലവ് ഫോർ ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. ആർക്കിമിഡീസ് പറഞ്ഞ വാക്കുകളാണിത്. നിങ്ങൾ എപ്പോഴും മാത്സിനെ കുറിച്ച് പറയുമ്പോൾ എന്നോട് പറയാറുള്ളതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതൊരു ബാലി കയറാൻ മലയാണ് എന്നൊക്കെ അല്ലേ. നമുക്ക് എപ്പോഴും ഈ ഒരു സബ്ജക്റ്റിനോട് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നത് അതിനോടുള്ളൊരു പേടി കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് അതിനെ സ്നേഹിച്ച് പഠിച്ചു നോക്കൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കാണാൻ പറ്റും. അപ്പൊ എപ്പോഴും നമുക്ക് ടഫായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഫീൽ ചെയ്യുന്ന സബ്ജക്റ്റുകളെയൊക്കെ നിങ്ങളൊന്ന് ഇഷ്ടത്തോടു കൂടെ ഒന്ന് സമീപിച്ചു നോക്കൂ. നമുക്ക് അടിപൊളിയായിട്ട് അവിടെ നിന്ന് എല്ലാം മാർക്ക് നേടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആർക്കിമിഡീസ് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊന്ന് മാത്തമാറ്റിക്സിനെ സ്നേഹിച്ച് പഠിച്ചു നോക്കിയാൽ ചില ചോദ്യങ്ങൾക്കൊന്നും നമുക്കൊരു പേനയുടെയോ പേപ്പറിന്റെയോ പോലും ആവശ്യം വരാറില്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ കണക്ക് ചെയ്ത് തന്നെ ആൻസറിലേക്ക് എത്തണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് പലതും നമ്മുടെ മൈൻഡ് കാൽക്കുലേഷനിലൂടെയും കോമൺ സെൻസ് ഒക്കെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ ഒരു പേനയുടെയോ പേപ്പറിന്റെയോ ഒന്നും സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ചില ചോദ്യങ്ങളൊന്ന് നോക്കിയാലോ. നമ്മുടെ SCERTയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് പലപ്പോഴായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുള്ളതാണ് അല്ലെ. ഒരു ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം 5n+11 ആയാൽ പൊതുവ്യത്യാസം എത്രയാണ്? നിങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് കണ്ട ഒരു ചോദ്യമാണിത് അല്ലെ. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു അരിത്തമാറ്റിക് സീരീസ് ആണ് അല്ലെ. ആ ഒരു അരിത്തമാറ്റിക് സീരീസിന്റെ nth ടേം ആണ് 5n+11 എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോ പൊതുവ്യത്യാസമാണ് കാണാൻ പറയുന്നതെങ്കിൽ ഇവിടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ വഴി എന്താണെന്നറിയോ? ആ എന്നിന്റെ കൂടെയുള്ള സംഖ്യ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. എന്നിന്റെ കൂടെയുള്ള സംഖ്യ ഏതാണ്? 5 ആണ് അല്ലെ. സോ ഇവിടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 5 ആണ്. ഇനി മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ ബീജഗണിത രൂപം, അതായത് ആൽജിബ്രൈക് ഫോം ആണ് കേട്ടോ. n ടേംസിന്റെ ആൽജിബ്രൈക് ഫോം 5 - 2n 5 - 2n ആയാൽ പൊതുവ്യത്യാസം എത്രയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ചോദിക്കുമ്പോൾ എന്നിന്റെ കൂടെ ആരാണ് വരുന്നത് എന്ന് നോക്കണം. അപ്പൊ സംഖ്യ മാത്രം നോക്കിയാൽ പോരാട്ടോ, അതിന്റെ ചിഹ്നം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ -2n എന്ന് കണ്ടിരുന്നു അല്ലെ. സോ അതുകൊണ്ട് ഇവിടെ പൊതുവ്യത്യാസം എത്രയായിരിക്കും? -2 ആണ്. ഓക്കെ. അപ്പൊ ഇനി ഈ ബീജഗണിത രൂപം ഒന്ന് മാറി വന്നാൽ എന്ത് സംഭവിക്കും എന്നായിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. അതിനും നമുക്ക് വഴിയുണ്ട്. അതായത് ചില ചോദ്യങ്ങളിൽ തുകയായിരിക്കും തരാം. ഇപ്പൊ ഒരു ചോദ്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക 2n² + 3n ആയാൽ പൊതുവ്യത്യാസം എത്ര? ഇത്തരത്തില് തുകയുടെ സമവാക്യമാണ് തന്നിട്ടുള്ളത്. അപ്പൊ തുകയുടെ സമവാക്യം ആണെങ്കിൽ അവിടെ ഒരു n² നിങ്ങൾക്ക് കാണാം, n-നെയും കാണാം. ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. n² കൂടെയുള്ള ആളിന്റെ ഇരട്ടി എടുത്താൽ മതി. മനസ്സിലായോ? എന്താ ചെയ്യണ്ടേ? ഈ 2n² + 3n എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അവിടെ n² കൂടെ വരുന്ന സംഖ്യ ഏതാ? അത് 2 അല്ലെ. 2ന്റെ ഇരട്ടി എത്രയാണ്? 2 × 2 4. സിമ്പിൾ അല്ലേ? മറ്റൊരു ചോദ്യം നോക്കൂ. 9n² + 7n എന്നുള്ളൊരു സമവാക്യമാണ്. 9n² തുകയുടെ സമവാക്യമാണ്. 9n² + 7n ആയാൽ അവിടെ പൊതുവ്യത്യാസം എന്താ വരിക? നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ കിട്ടുന്നുണ്ടാവും. n² കൂടെയുള്ള 9, അതിന്റെ ഇരട്ടി. 9ന്റെ ഇരട്ടി എത്രയാ? 18 ആയിരിക്കും ആൻസർ വരുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രോബ്ലംസും കൂടെ ഈസി ആയിട്ട് മൈൻഡ് കാൽക്കുലേഷനിൽ കൂടെ ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ ഒരു ചോദ്യം കൂടെ നോക്കിയാലോ. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എയുടെ വയസ്സ് 30-ഉം ബിയുടെ വയസ്സ് 12. എത്ര വർഷം കഴിയുമ്പോഴാണ് എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ ഇരട്ടിയാവുക?
പലപ്പോഴായിട്ട് നമ്മുടെ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ചെറിയ വയസ്സിന്റെ ഇരട്ടിയും വലിയ വയസ്സും തമ്മിലുള്ള വ്യത്യാസം മാത്രം കണ്ടാൽ മതി. മനസ്സിലായല്ലോ? എന്താണ്? ചെറിയ വയസ്സിന്റെ ഇരട്ടിയും വലിയ വയസ്സും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. ഇവിടെ വലിയ വയസ്സ് 30 തന്നിട്ടുള്ളത് അല്ലെ, ചെറിയ വയസ്സാണെങ്കിൽ 12. അപ്പൊ 12ന്റെ ഇരട്ടി എത്രയാ? 24 അല്ലെ. അപ്പൊ ഈ 30ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ നമുക്ക് എന്തായി? ഉത്തരവായി 30 - 24 6. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, വയസ്സിന്റെ ഒക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എത്ര എളുപ്പമാണ് അല്ലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങള്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഈ സംഖ്യകളൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പമാണ് അല്ലെ. നമ്മൾ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞതുപോലെ മാത്സിനെ സ്നേഹിച്ചു തുടങ്ങണമെങ്കിൽ നമുക്ക് ആദ്യം ഈ സംഖ്യകളുമായിട്ട് ഒരു അടുപ്പം വരണം. പെട്ടെന്ന് തന്നെ കൂട്ടാനും അഡിഷൻ ചെയ്യാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ അറിയണം. അതിനുള്ള പ്രാക്ടീസ് നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായി പഠിക്കുക, സ്ക്വയറുകൾ പഠിക്കുക, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് തുടങ്ങിയവ ഒരുപാടൊന്നും നിങ്ങൾ പഠിക്കണ്ട. അറ്റ്ലീസ്റ്റ് ഒരു 25 വരെയുള്ള സ്ക്വയേഴ്സും അതുപോലെ തന്നെ ക്യൂബും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്തരത്തില് സ്ക്വയർ, ക്യൂബ്, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ മനഃപ്പാടമാക്കി വെക്കണം നിങ്ങൾ. ഓക്കെ, ആ രീതിക്കാണ് നിങ്ങൾ പഠിച്ചു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ തരത്തിൽ നമ്മളിപ്പോൾ നോക്കിയ പോലത്തെ ചോദ്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ക്ലോക്കിന്റെ ഒരു ചോദ്യം നോക്കാം. ഒരു ക്ലോക്കില് സമയം 3:15 ആയാൽ അവയുടെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? തൊട്ട് മുൻപേ കഴിഞ്ഞ ഒരു നമ്മുടെ കേരള PSCയുടെ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത് അല്ലെ. 3:15 സമയം. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കോണളവ് കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. എന്താണത്? 30 × മണിക്കൂർ - 11/2 × മിനിറ്റ് എന്നൊരു ഫോർമുല. പക്ഷെ ഈ ഒരു ചോദ്യത്തെ നിങ്ങൾ കാണുമ്പോ ഈ ഒരു ഇക്വേഷന്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. ഈ 3:15 എന്ന സമയത്തെ നിങ്ങളൊന്ന് വാച്ചിലൊന്ന് സങ്കല്പിച്ച് നോക്കൂ. നിങ്ങൾക്ക് ദേ കാണുന്നത് പോലെ 3:15ന്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും എങ്ങനെയാ വരുന്നേ? 1 മീതെ 1 വരുന്ന ഒരു കേസാണ് അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് അപ്പോഴിവിടെ ആ മിനിറ്റിന്റെ പകുതി മാത്രം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 3:15 എന്ന് എഴുതുമ്പോ മിനിറ്റ് ഇവിടെ എത്രയാ വരുന്നത്? 15 അല്ലേ. 15ന്റെ പകുതി എത്രയാ വരുന്നത്? 7.5. സോ 7.5 ഡിഗ്രിയാണ് നമ്മുടെ ഇവിടെ കോണളവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ സമയത്തിന്റെ പ്രത്യേകത നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 1 മീതെ 1 തരുന്ന സമയങ്ങള്, മറ്റ് സമയങ്ങളൊന്ന് നമുക്ക് നോക്കിയാലോ. ഏതൊക്കെയാ ഇത്തരത്തിൽ വരുന്നത്? ഇപ്പൊ 2:10 എന്ന് പറയുമ്പോഴും എന്താ? മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 1 മീതെ 1 കിടക്കുന്നേ. അവിടെയും കോണളവ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു 10ന്റെ, അതായത് അവിടെ 1 മീതെ 1 എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി അങ്ങനെയല്ല വരുന്നത്. ചെറിയൊരു എന്തുണ്ടാവും? ചെറിയൊരു ആംഗിൾ അവിടെ ഫോം ആവും അല്ലെ. അപ്പം ആ ഒരു മിനിറ്റിന്റെ പകുതി മാത്രം എടുത്താൽ മതി. ഓക്കെ, 3:15, 4:20, 5:25, 6:30, 7:35 തുടങ്ങിയ സമയങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. അവിടെ നമുക്ക് ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. പേന വേണ്ട, പേപ്പർ വേണ്ട, ഒന്നും തന്നെ വേണ്ട. ഓക്കെ, അപ്പോ കോണളവ് ഇനി ഇതുപോലെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, യെസ്. അപ്പൊ ക്ലോക്കിന്റെ ഒരു ചോദ്യം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കലണ്ടറിനെയും കൂടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇത് SCRT ഒരു 8th സ്റ്റാൻഡേർഡിലെ ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു കലണ്ടറിൽ 4 സംഖ്യകൾ വരത്തക്ക രീതിയിൽ ഒരു സമചതുരം അടയാളപ്പെടുത്തി. അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 80 കിട്ടിയെങ്കിൽ വലിയ തീയതി അവിടെ എത്രയാണെന്നാ ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു കലണ്ടറിന്റെ 4
അതായത് ഒരു സ്ക്വയർ ഉണ്ടാക്കുക, നമ്മൾ സമചതുരം ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് അതിനകത്ത് 4 തീയതികൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പോ ഇതിൽ നിന്നും വലിയ തീയതി ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 4 തീയതികൾ എടുത്താൽ ഈ കാണുന്നത് പോലെ ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുക. വലിയ തീയതി ആയാലും ചെറിയ തീയതി ആയാലും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ തന്നിരിക്കുന്ന തുകയുണ്ടല്ലോ, നമുക്ക് എത്രയാ തുക തന്നിട്ടുള്ളത്? 80 ആണല്ലേ. ആ 80/4 അങ്ങ് ചെയ്യാം. 80നെ 4 കൊണ്ട് ഹരിക്കാം. 80നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാ വരുന്നേ? 20 അല്ലേ. ഇനി നിങ്ങളോട് വലിയ തീയതിയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ആ 20നോട് ജസ്റ്റ് 4 ഒന്ന് കൂട്ടിയാൽ മതി. 24 ആയിരിക്കും വലിയ തീയതി. ഇനി ചെറിയ തീയതി ആണെങ്കിലോ ആ 20ൽ നിന്ന് എന്ത് ചെയ്യുക? 4 ഒന്ന് കുറയ്ക്കുക. 20ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് 16 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു കലണ്ടറിൽ 4 തീയതികൾ ഉപയോഗിച്ചൊരു സമചതുരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വലിയ തീയതിയും ചെറിയ തീയതിയും ചോദിച്ചാൽ തന്നിരിക്കുന്ന തുകയെ 4 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തെ 4മായി കൂട്ടിയാൽ നിങ്ങൾക്ക് വലിയ തീയതി കിട്ടും. അതേപോലെ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് 4 കുറച്ചാൽ ചെറിയ തീയതിയും കിട്ടും. ഇനി മറ്റൊരു ചോദ്യങ്ങൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക. ഇതേ രീതിയിൽ എല്ലാം കൂട്ടിയാൽ 72 കിട്ടുമെങ്കിൽ അവിടെ വലിയ തീയതി ഏതായിരിക്കും എന്നൊന്ന് ചെയ്തു നോക്കി ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യോ. തുക 72 ആണെങ്കിൽ വലിയ തീയതിയാണ് നിങ്ങൾ പറയേണ്ടത്. യെസ്. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളും PSC ചോദിക്കാറുണ്ട്. എല്ലാ ട്രിക്കും PSCക്ക് അറിയാം. നമ്മളെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നും നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ തരാം എന്നും ഒക്കെ അറിയാം. അപ്പോ ഈ ചോദ്യം നിങ്ങൾ പല എക്സാമിനും കണ്ടതായിരിക്കും. ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്. എക്സ്പോണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കൃത്യംഗങ്ങൾ കേട്ടോ. 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 സമം 4k ആയാൽ kയുടെ വില എത്രയാണ്? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 89, 88, 87, 82. അപ്പോ ഈ ഒരു ചോദ്യം എങ്ങനെയാ നമ്മൾ ചെയ്യാ? ഇവിടെ 4/88 4 തവണയാണ് അല്ലെ. നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ 4 ഗുണം 4/88 ആണ് 4k എന്നറിയാം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് a/m × a/n എന്ന് പറഞ്ഞാൽ a/m+n ആണ്. സോ ആ kയുടെ വില കാണാൻ 4ന്റെ പവറിലുള്ള 1ഉം 4/88ന്റെ പവറിലുള്ള 88 തമ്മിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതൊന്നും നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട, എക്സ്പോണൻസിന്റെ റൂളോ ഒന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പവറിൽ എന്താണോ ഉള്ള നമ്പർ അത് +1 ആയിരിക്കും ആൻസർ. 88 + 1 89 ആയിരിക്കും നിങ്ങളുടെ ഉത്തരം വരുന്നത്. അങ്ങനെയാണെങ്കിൽ 3/15 + 3/15 + 3/15 സമം 3k ആയാൽ kയുടെ വില എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? നോക്കൂ, 3/15 3 തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഒന്നുമില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 15 + 1 പവറിൽ എഴുതിയിരിക്കുന്ന സംഖ്യ +1, അതായത് 16 ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ നമുക്ക് മൈൻഡ് കാൽക്കുലേഷനിലൂടെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കണക്കിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമാണ്. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ കഷ്ടപ്പെടാതെ ജോലി നേടാം. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.